അനുനയ നീക്കവുമായി എത്തിയ കോൺഗ്രസ് നേതാക്കളോട് സുകുമാരൻ നായർ നീരസം അറിയിച്ചുവെന്ന് സൂചന. വിശ്വാസ പ്രശ്നങ്ങളിൽ കൂടിയാലോചനയില്ല എന്നാണ് പരാതി. ആഗോള അയ്യപ്പ സംഗമത്തിന് മുൻപ് നിലപാട് അറിയിച്ചില്ല. മുൻപ് കോൺഗ്രസ് നേതാക്കൾ NSSുമായി നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നുവെന്നും ഓർമ്മിപ്പിച്ചു. സുകുമാരൻ നായരെ കണ്ടത് രാഷ്ട്രീയ ഇടപെടലായി കാണേണ്ടതില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. സന്ദർശനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയില്ലെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു. അവരെടുത്ത നിലപാടുകൾ വളരെ കൃത്യതയോടുകൂടി ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അവർ ശബരിമല സംബന്ധിച്ച് ഒരു നിലപാടുണ്ട്, അതെല്ലാം ബഹുമാനത്തോടു കൂടി നമ്മൾ കാണണം. മാത്രമല്ല, ഒരു പൊസിഷൻ എടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നായർ സർവീസ് സൊസൈറ്റിക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് കയറി ആഭ്യന്തര കാര്യങ്ങളുടെ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അത് കൃത്യതയോടുകൂടി മുന്നോട്ട് പോകാനുള്ള പരിപക്വമായ ഒരു ലീഡർഷിപ്പ് നായർ സർവീസ് സൊസൈറ്റിക്കുണ്ട്. അതവർ ആ നിലയിൽ ചെയ്യുകയും ചെയ്യും. ജോസി ബാബു വിവരങ്ങളുമായി ചേരുന്നു. ജോസി, സന്ദർശനത്തെക്കുറിച്ച് തിരുവഞ്ചൂർ എന്താണ് പറഞ്ഞത്? അജിംസ്, അനന്തര ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. NSS നേതൃത്വം നീരസം അറിയിച്ചതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതിനിടെയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം നാം തേടിയത്. തിരുവഞ്ചൂർ ഈ വിഷയത്തിന്റെ ചർച്ചകളിലെ അല്ലെങ്കിൽ കൂടിക്കാഴ്ചകളുടെ ഉള്ളടക്കത്തിലേക്ക് കടക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തയ്യാറായില്ല. നേരെ മറിച്ച് NSS നേതൃത്വത്തെ കണ്ടു, നിലവിലുള്ള വിഷയങ്ങൾ സംസാരിച്ചു, ആശയവിനിമയം നടത്തി എന്നുള്ള കാര്യം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കുകയും ചെയ്തു. തിരുവഞ്ചൂർ അടക്കമുള്ള നേതാക്കളോട് NSS നേതൃത്വം സുകുമാരൻ നായർ ഈ അടുത്തിടെയുണ്ടായ രാഷ്ട്രീയ സംഭവവികാസങ്ങളിലെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതായത് വിശ്വാസ സംരക്ഷണ വിഷയം അടക്കമുള്ള വിഷയങ്ങൾ, അതോടൊപ്പം ആഗോള അയ്യപ്പ സംഗമം അടക്കമുള്ള വിഷയങ്ങളിൽ നിലപാടറിയിക്കാൻ കോൺഗ്രസ് വൈകി. നേരത്തെ NSS നേതൃത്വവുമായി ആശയവിനിമയം നടത്തുന്നതിൽ കോൺഗ്രസിനൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നു, അല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾ അത്തരത്തിലൊരു പങ്ക് വഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള ആശയവിനിമയമില്ല. ആ ആശയവിനിമയം ഇല്ലാതായതിന്റെ അതൃപ്തിയാണ് പ്രധാനമായും NSS നേതൃത്വം കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചത്. ഇതിലടക്കമുള്ള വിഷയങ്ങളിൽ പരമാവധി സൗഹൃദവും ഊഷ്മളമായ ബന്ധം സൂക്ഷിക്കുന്നതിനുള്ള ഇടപെടലുകളാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിക്കലെത്തി നിൽക്കെ കോൺഗ്രസിന്റെ UDFന്റെ വോട്ട് ബാങ്ക് എന്ന് കരുതപ്പെടുന്ന, അല്ലെങ്കിൽ എക്കാലവും കോൺഗ്രസിനും UDFനും അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള സമദൂരം എന്ന് പറയുമ്പോഴും NSS നേതൃത്വത്തിന്റെ ഇടത്തോട്ടുള്ള ചെരിവ് വലിയ ആശങ്കയും ആശയക്കുഴപ്പവും കോൺഗ്രസിനും UDFനും സൃഷ്ടിച്ചിരുന്നു. ഈ ആശയക്കുഴപ്പവും ആശങ്കയും മറികടക്കുവാനാണ് ഇപ്പോൾ റിലേ ചർച്ചകൾ അല്ലെങ്കിൽ റിലേ കൂടിക്കാഴ്ചകൾ എന്ന നിലയിൽ NSS നേതൃത്വവുമായി അടുത്ത കോൺഗ്രസ് നേതാക്കൾ അവിടേക്ക് പോകുന്നത്. നേതൃത്വം അത്തരത്തിൽ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ പരമാവധി ചർച്ചകൾ നടത്തുകയും കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്യുന്നതിലൂടെ പുറത്തേക്കെത്തുന്ന ഒരു സന്ദേശം കോൺഗ്രസും നേതൃത്വവുമായും NSS നല്ല സൗഹൃദത്തിൽ പോകുന്നു എന്നുള്ളൊരു സന്ദേശം പുറത്തേക്ക് വരാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു, UDF ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് NSSനെ പിണക്കാതെ, NSSനെ കടന്നാക്രമിക്കാതെ തുടക്കം മുതൽ തന്നെ ഈ ഒരു സ്റ്റാൻഡ് കോൺഗ്രസും UDFും സ്വീകരിച്ചത്. അതുതന്നെയാണ് ഇന്ന് തിരുവഞ്ചൂരും പറഞ്ഞത്. കഴിഞ്ഞ ദിവസവും ഈ NSS പരസ്യമായ നിലപാട് പറഞ്ഞപ്പോഴും തിരുവഞ്ചൂരിന്റെയും K മുരളീധരന്റെയും അടക്കമുള്ള പ്രതികരണങ്ങൾ ഏറെ അവധാനതയോടുകൂടിയായിരുന്നു, വളരെ നയപരമായിരുന്നു. NSS നേതൃത്വവുമായുള്ള ദീർഘകാലത്തെ സൗഹൃദം ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു നേതാക്കളുടെ പ്രതികരണം. എന്തായാലും NSSുമായുള്ള അകൽച്ച പരമാവധി കുറയ്ക്കുകയും ബന്ധം ഊഷ്മളമാക്കുവാനുള്ള ശ്രമങ്ങളുമാണിപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അതിനിടെയാണിപ്പോൾ NSS നേതൃത്വം ഈ കോൺഗ്രസ് നേതാക്കളെ ഇപ്പോഴുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങളിൽ ആശയക്കുഴപ്പം അല്ലെങ്കിൽ ആശയവിനിമയം നടക്കുന്നില്ല എന്നതിൽ നീരസം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അജിംസ്, ശരി.